ആ ഇക്ക എന്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കണ്. നിങ്ങള് കുറച്ച് പൈസ അയച്ചു തരുമോ? ഒന്ന് കൊടുക്കാൻ വേണ്ടിട്ടേന്ന്. 10,000 വേണ്ടി വരുന്നാ പറഞ്ഞത്. എന്തൊക്കെ സ്കാനിങ്ങും എക്സ്റേ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മരുന്നിന് തന്നെ അത്യാവശ്യം പൈസ ഒക്കെ വേണല്ലോ. ഓലെടുത്ത് പോകാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചു തരുമോ? നിങ്ങൾ ആരോടെയും ചോദിച്ചു നോക്കിക്ക. അത്രയും അർജന്റ് ആയിട്ടല്ലേ ഓള് എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഒരു മകളല്ലേ ഉള്ളു കൊടുക്കാനൊക്കെ, വേറെ ആരും ഇല്ലല്ലോ. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഞാൻ ഇങ്ങനെ ഉമ്മാനോട് ഓളോടൊക്കെ ചോദിച്ചാൽ തന്നെ ഓല ആരും തരൂല. ഓല് പഴയ പോലൊന്നും അല്ല ഇപ്പൊ. എനിക്ക് പേടിയവളാണെന്നുണ്ടെങ്കിൽ ഉമ്മാനോടും ഓനോടും ചോദിക്കാതെ ഒരു മുതല് കൊടുക്കൂല്ല ആർക്കും. പൈസ കിട്ടിട്ടോ എനിക്കറിയില്ല, വഷളാവും ഞാന്. വേണ്ട നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ചോളാം. കിട്ടിയിട്ട് പറയാ ഞാന്. ശരി. ഇങ്ങനെ ഇപ്പൊ ചോദിക്കും. അടച്ചോനാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാനോടൊന്നും ചോദിക്കാതെ തരൂല്ല. എങ്ങനെ ഇപ്പൊ ഞാൻ പറയാ? തരും, ചോദിച്ചോക്കാം. എന്റെ പിന്നെ അന്റെ അടുത്തൊരു 10,000 ഉണ്ടാവോ? ഓൻ അയച്ചത് ഇക്ക ചോദിക്കാൻ പറഞ്ഞതേന്നേ. അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തരുമോ നിക്ക്? ഒരു മാസം കഴിഞ്ഞിട്ട് തരാന്നാ ഇക്ക പറഞ്ഞത്, ശമ്പളം കിട്ടിയിട്ട്. 10,000? അതെന്തിനാ? എന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അവിടെ അങ്ങനെ കുറെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്റേ എടുക്കണം, എന്തൊക്കെ മരുന്നും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിന്ന്. അപ്പൊ അതിന് വേണ്ടിട്ടേന്ന്. ഇത് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? ഒരു മാസത്തെ ഗ്യാപ്പില് മതി. പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ ഇമ്മാനോടും ഇക്കാനോടും ചോദിക്കാതെ ഇപ്പൊ ഞാൻ എങ്ങനെ തരിക? ഇക്ക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത അറിയും. അല്ലടി, ഇതിപ്പോ ഓനോട് പറഞ്ഞോ? ഉമ്മാനോട് ഇപ്പൊ പറയണ്ട, അല്ലെങ്കിൽ ഉമ്മാക്ക് ഞാൻ അതൊക്കെ ചെയ്യണോന്ന് ദേഷ്യാണ്. ഇതൊന്ന് തന്നാളാ. അത് വേണ്ട, ചോദിച്ച സമയത്ത് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾക്കും ഒരു ഇതേക്കാരം. നിങ്ങൾക്കും തന്നെ പ്രസവമൊക്കെ അടുത്ത് വരില്ലേ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടേക്കാരം. പിന്നെ ഉമ്മാനോട് തീരെ ചോദിക്കാതെ ഞാൻ തരൂല. പെട്ടെന്ന് എടുത്തേരെ, അത്രയും അർജന്റ് ആയതുകൊണ്ടല്ലേ ഓല് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക. ഇക്ക ഇപ്പൊ എന്നോട് പറയാ എന്നോട് ചോദിക്കാൻ. എന്താടി ഞാൻ അറിയണ്ടായി? ഞാൻ അറിഞ്ഞാ പിന്നെ ഓളെ മുതല് തരൂലല്ലേ, അതുകൊണ്ടേ കാരല്ലേ ഓളിങ്ങനെ വന്നിക്കണു. ഓളോട് പൈസ ചോദിച്ചിങ്ങാണ്ട്. അല്ലമ്മ, എന്റെ അമ്മാക്ക് സുഖമില്ല പറഞ്ഞിട്ട് വിളിച്ചീന്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണേനു. 10,000 വേണം ഓരോ ചെലവും കാര്യങ്ങളൊക്കെ കഴിയണം എന്നുണ്ടെങ്കില്. അപ്പൊ അത് ഞാൻ ഇപ്പോഴോട് ചോദിച്ചതാ കടായിട്ട്. ഇക്കാക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട് കൊടുക്കാന്ന് പറഞ്ഞു എന്നോട്. എന്റെ പെരക്കാർക്ക് ഇവിടെ ചികിത്സ നടത്താനല്ല എന്റെ മക്കള് പണിയെടുക്കണത്. മനസ്സിലായ എനക്ക്? ഓളിങ്ങനെ വേറെ ആരെത്തുന്നേലും പോയി വാങ്ങടി. അല്ലടി, എന്റെ മാപ്പിള ഇത്രയും കാലം നയിച്ചിട്ട് അവിടെ ഒന്നും ഇല്ല അനക്ക് തരാന്? കടം വാങ്ങിട്ട് തന്നെ വേണം അനക്ക് കണ്ണി കണ്ടവർക്ക് കൊടുക്കാന്. ഈ പെരന്റെ ലോണൊക്കെ ഇക്കന്നല്ല അടക്കണത്. ഓനൊന്നും അടക്കണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇക്കാന്റെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ലാതായത്.
ലോണിന്റെ കാര്യമൊന്നും ഇജ്ജ് പറയൊന്നും വേണ്ട. ലോൺ എടുത്തുക്കണതേ ഓനും മറ്റോനും കൂടിയാണ്. അപ്പൊ മൂത്ത ആളന്നെ ലോണൊക്കെ അടക്കട്ടെ. ഈ ചെറിയോൻ ഇപ്പൊ പോയിട്ടല്ലേ ഉള്ളൂ ഗൾഫിക്ക്. നല്ല ശമ്പളമുള്ള പണിയാന്ന് തന്നെയാണ് എല്ലാരും പറഞ്ഞത്. നിങ്ങള് മാത്രമേ ഉള്ളൂ ശമ്പളം ഇല്ലാത്ത പണിയാന്ന് പറയുന്നത്. ഇന്നെ പറ്റിച്ചല്ലാതെ വേറെ എന്താണ്? അന്റെ പെരക്കാർക്ക് ഇവിടെ മുതൽ കൊടുക്കാനൊന്നേ ഇന്റെ മക്കള് കഴിച്ചതൊന്നുമില്ല. ഇല്ലേ, മര്യാദക്ക് പോയി വല്ല പണിയോട് കൊടുക്കാൻ നോക്കടി. ഇന്നോട് ചോദിച്ചിട്ട് തന്നെ ആർക്കും എന്തും മുതല് കൊടുത്താൽ മതി. ഓള് എന്ന് പറഞ്ഞാലേ വെറും 10 പവനായിട്ട് ഓള് നിങ്ങൾ കേറി വന്നിക്കണ്. ഇജ് അങ്ങനൊന്നുമല്ല. ഇജ് 10-50 പവന്റെ സ്വർണ്ണായിട്ടാണ് കേറി വന്നിക്കണ്. അത് കണ്ടിട്ടാണ് ഓൾ എന്നോട് വന്നിട്ട് ഈ പണ്ടം മുതലൊക്കെ ചോദിക്കണത്. കൊടുത്തു പോവരുത് കേട്ടോ. ഇജ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഞാൻ ഒന്നും അറിയില്ല. ഞാൻ തരൂലെന്ന് പറഞ്ഞിക്കണു ഉമ്മ. ഉമ്മാനോട് ചോദിക്കാതെ ഞാനൊരു ഉറുപ്പ് തരൂല പറഞ്ഞിക്കണു. അതാണ് നല്ലത്. കൊടുക്കാനും ഒന്നിനും നിക്കണ്ട. എന്റെ ചായ അടിച്ചിങ്ങാണ്ടേ അവളെ കുറച്ചേരം കൂടി പോയി കിടന്നു. അത്ര നേരത്തെ നീച്ചിട്ട് ശീലമൊന്നും ഇല്ലല്ലോ. ഓള് എടുത്തോളൂ ഈ പെരന്റെ ഉള്ളത്തെ പണികളൊക്കെ. ഇജ് എടുക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഇത് തിന്നാണ്. അത് തിന്നിട്ട് ഞാൻ പോയി കിടന്നോളാം. ഇത്രയും കാലം എന്റെ മകൻ നയിച്ചിട്ടേ ഒരു ഉറുപ്പില്ലാന്ന് പറയുമ്പോ ഒരു ലോൺ അടക്കുന്നുണ്ട്. അല്ലാതെ വേറെ എന്തൊക്കെ അവനക്ക് ഉള്ളത് അടക്കാനും ഇതിനൊക്കെ. എന്റെ കുട്ടി എന്ന് പറഞ്ഞപ്പോ അടുത്ത് പോയിട്ടുള്ളൂ. ഓനക്ക് എന്തെല്ലാം ഒരു ചെലവുകളുണ്ട്. ഇനിയിപ്പൊ എന്റെ പ്രസവവും കാര്യങ്ങളൊക്കെ എടുക്കാറായി തുടങ്ങി. ഇനി അതിനൊക്കെ വേണ്ട പൈസ ഒക്കെ. അപ്പോഴാണ് ഓള് എന്നോട് 10,000 ഉറുപ്പിക ചോദിച്ചിങ്ങാണ്ട് വന്നത്. ഇതിപ്പോ ഞാൻ കേട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇജ്ജെടുത്ത് കൊടുക്കൂലേ? ഞാൻ കൊടുക്കൂലമ്മ. ഇമ്മാന്റെ അനുവാദം ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കുള്ളൂ. അങ്ങനെയാണ് നല്ല പെൺകുട്ടികള്. ഓൾ എന്നോട് ഒരു കാര്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യണോന്ന് പോലും ഓൾ എന്നോട് ചോദിക്കൂല. ഇജ് എന്നോട് എല്ലേതും അങ്ങനെ ചോദിച്ചിട്ടാ ചെജ്ജണത്. അതാണ് നല്ല കുട്ടികളെ. മകന്റെ തലയിൽ കെട്ടിവെച്ചതാണ് ഓളെ പെരക്കാര്. നക്ക് പിന്നെ ഗതി എന്ന് പറഞ്ഞേ ഇല്ല. ഒരു ഓടിട്ടൊരു ചെറിയ പെരന്റെ ഉള്ളിൽ നിന്ന് അവൻ പെണ്ണെട്ടി കൊടുന്നിക്ക്. ഇതുവരെ എന്റെ കുട്ടി അതിന്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. എങ്ങനെ പോവാ? ആൾക്കാര് കണ്ട മോശമല്ലേ? ഇത്രയും വലിയൊരു പെരന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു കുടിലേക്ക് വന്ന് നിക്കാൻ പോണത് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താ പറയാ? അതൊന്നും ഓൾക്കും ഓളെ പെരക്കാർക്കും അറിയൊന്നും വേണ്ട. മാസം മാസം എന്റെ മകൻ എന്തേലും അയക്കണ്ടെങ്കിൽ അത് കജ്ജിലാക്കാൻ ഓളെ അമ്മയും ഓളെ പെരക്കാരും ഉണ്ട്. നടക്കൂല ഞാത്. തള്ളിയും കണക്കാം മരുവും കണക്കാം. തള്ളക്ക് എന്നോട് സ്നേഹം കാണിക്കണം. നിന്റെ പണ്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളിപ്പോ തള്ള എന്നോട് സ്നേഹം കാണിക്കും. ഓളും പൈസക്ക് വേണ്ടിട്ട് അമ്മായിമ്മയും പൈസക്ക് വേണ്ടിട്ട്. എങ്ങനായാലും നിക്ക് സുഖം. ഒരു പണി എടുക്കും വേണ്ട. ഇരുന്ന് ഇതേപോലെ തിന്നും ചെയ്യും. പേരിന് പള്ളയിലും ഉണ്ട്. എന്താ പഠിച്ചോന്നെ പൈസക്ക് കാട്ട. ഒരു ഉറപ്പാണെങ്കിൽ ഇല്ല അതിനല്ല. ഏറ്റവും എന്നോടല്ലാതെ വേറെ ആരോടാ ചോദിക്ക റബ്ബേ. ആരും 10 പൈസ പോലും തരൂല. ഇവർക്ക് വേണ്ടിട്ടാണ് അപ്പൊ അവിടെ കഷ്ടപ്പെടണമെന്നുള്ള ചിന്ത പോലും വിളിക്കില്ലല്ലോ. തമ്പുരാട്ടി ഇവിടെ അങ്ങനെ വന്നിരിക്ക. ഏടി അനക്ക് ഈ പേരന്റെ ഉള്ളില് പണികളൊന്നും ഇല്ല. ഇജ്ജ് എന്താ ഇവിടെ വന്നിരിക്കണത്? അല്ലമ്മ ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്നതാണ്. ഇനി ആരൊക്കെ എന്തെങ്കിലും പൈസ കിട്ടുമോ നോക്കിയേക്കാരെ ഇരുന്നുങ്ങാണ്ട്. ഇജ്ജ് മനുഷ്യന്മാരെ നാണം കെടുത്തുവോ? മര്യാദക്ക് വന്നിട്ട് ആകൊക്കെ ഒന്ന് കണ്ട് അടിച്ചോരി ഇറക്കിക്കൂട്ട. ആൾക്കാർ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ മോശമാണ്. ഈ 2-3 പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു പണിയോളം കഴിഞ്ഞിട്ടില്ല വിചാരിക്കും. ആ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ തീരെ വെച്ച ഒരു ഭാഗത്ത് കെടുക്കാനാ ഞാൻ പറഞ്ഞിരിക്കണത് ഓളോട്. ഇനിയിപ്പോ ഡേറ്റ് അടുത്തെങ്ങാണ്ട് വരാൻ എന്തെല്ലാം ഒരു പണിയോളുണ്ട് ഈ പെരന്റെ ഉള്ളില്. ആ പെണ്ണിനൊന്ന് പെറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഓളോളെ പെരയിൽ പോയി പെറ്റെടുക്കൂല. ഇതിന്റെ ഉള്ളിൽ തന്നെ അവള് കെടുക്കുള്ളൂ. അതിനിപ്പോ ഞാൻ എന്തായാലും ഓളോർക്ക് പറഞ്ഞേക്കൊന്നുമില്ല. അപ്പൊ വേഗം തട്ടിക്കുട്ടിയൊക്കെ നേരാക്കിട്ട് വിടും. എന്നാ ജനലും വാതിലൊക്കെ ഒന്നാട് തുടച്ചിട്ട് ആ പൊടിയൊക്കെ തട്ടൂടെ. ആ പെണ്ണിന് ആ പൊടിയൊന്നും പറ്റൂല. ഡോക്ടർ അത്രയും പറഞ്ഞതാണ് റെസ്റ്റ് എടുക്കാൻ. നീച്ചിട്ട് ഇങ്ങോട്ട് വായ. ദിവ്യ സ്വപ്നം കാണാൻ ഓൾ അവിടെ ഇരുന്നാണ്ട്. പേരിനോളെ അമ്മാക്ക് വെജാന്നുള്ളൊരു പേരും.
എന്നും തെണ്ണും കേടും, എന്നും തെണ്ണും കേടും. അന്റെ മക എന്തെങ്കിലും തന്നില്ലാത്തൊരു ദിവസം ഉണ്ട് അതിന്റെ ഉള്ളില്? ഇല്ലല്ലോ. ആൾക്കാരെ സിമ്പതി ഇങ്ങോട്ട് പറ്റാൻ വേണ്ടിട്ട് എന്നും അസുഖമാണ് എന്നാണ് പറയന്നെ. ഞാൻ നീച്ചിട്ട് വാടി, അടുക്കളയിലൊക്കെ ഒരുപാട് പണികളുണ്ട്. ആ വള പൊട്ടിയിട്ട് എത്ര ദിവസമായി ഇരിക്കണ്. ആരോടാണ് ഇപ്പൊ പറയണത്? ഈ കമ്മലും ആ വളയും കൂടി കൊടുത്തങ്ങാണ്ട് കുറച്ച് കട്ടുള്ള ഒരു വള വാങ്ങിയിടണം. ഇമ്മ, നിങ്ങളെ അടുത്ത് ഉണ്ടാവും അമ്മ പൈസ? ഒരു 5000 ഉറുപ്പ്യ കിട്ടിയാൽ മതി. 5000 ഉറുപ്പ്യ ഞാൻ വേറെ എവിടെന്നെങ്കിലും ഒക്കെ ചോദിച്ചോളാം. എനിക്ക് നാളല്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കാന്? എന്നിട്ട് ഞാൻ അപ്പൊ പറഞ്ഞില്ല ഇവിടുന്ന് ഒരാളേക്കൊന്നും പൈസ കിട്ടൂലെന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരക്കാൻ നിക്കണത്? ആ, വേറെ ആരെയിലൊക്കെ തരാണ്ടാവുമല്ലോ. എനിക്കറിയാടി എന്റെ മകൻ ഗൾഫ് പോയ മുതൽ എനിക്ക് വേറെ ഒരാളായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ. അതിപ്പോ എന്റെ തൊള്ള തന്നെ കേട്ടല്ലേ ഞാൻ. അങ്ങനല്ലമ്മ, അടുത്ത സെഫിയാത്താനോട് ആരോടെങ്കിലും ചോദിച്ചോളാന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ആരോടും അല്ല. ആർക്കറിയാ എന്നെയാണോന്നുള്ളത്? ഈ പാവം തള്ളല്ലേ ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ മറ്റോളാണ്, മറ്റോള് പിന്നെ എന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരൂല്ല. നേരം പാതിരായ കേൾക്കാലോ ഫോൺ വിളി ഇതൊക്കെ. എന്റെ മകൻ എന്തായാലും അത്രയും നേരം വരെ ഒന്നും ഫോൺ വിളിക്കൂലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഓനോട് പറയാതിരിക്കുന്നതേ ഇനി സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്ക് പറ്റിയിട്ടില്ല പറഞ്ഞത്. എനിക്കറിയാം ഓളെ എങ്ങനെയാണെന്നുള്ളത്. ആ പാവം പെണ്ണ് മാത്രമുള്ളൂ എന്റെ കുട്ടി വെച്ചിട്ട് നടക്കണു. ഇവൾക്ക് അതൊന്നും ചിന്തയില്ല. ഇപ്പൊ കണ്ടില്ലേ, ഓളോളെ അമ്മാക്ക് ആശുപത്രിക്ക് പൈസക്ക് വേണ്ടിട്ട് നടക്കുന്നു. ഓളെ ഉമ്മാക്ക് തന്നെയാണോ എന്നുള്ളത് ആർക്കും അറിയാം. പേര് ഉമ്മാക്കും വാപ്പാക്കും എന്നും തന്നു, എന്നും. പക്ഷെ എങ്ങനെയാണ് അവ ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് എന്റെ മകന് പെണ്ണെട്ടിയത്? ഒരു ഗതിയില്ല എന്ന് പറഞ്ഞാല്. എന്റെ മകൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയുടെ വെള്ളം തരാൻ പോലും ഓൽക്കൊരു ഗതിയില്ല. എങ്ങനെ പെട്ടെന്നാവ ഈ ചെക്കൻ പോയിട്ട്? ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പത്തെ അതിലാണ് സമ്മതിക്കുകയും ചോദിച്ചാൽ അന്നൊക്കെ തീരെ വെച്ചാത്തൊരു സമയമായി. അപ്പൊ വേഗം സമ്മതിച്ചതാണ്. ഇപ്പൊ പുറത്തേക്ക് ഓളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ വെച്ച കാണിക്കണവരൊക്കെ ചോദിക്കും, എന്തിട്ടാണ് പുള്ളിന്റെ കോലം? എന്താണ് ആ പെണ്ണ് ഇങ്ങനെ കറുത്തിട്ട് കരിമുട്ടി അയങ്ങാണ്ട്? അതിനൊക്കെ കുഞ്ഞോന്റെ പെണ്ണുങ്ങള് ഒരാളെ മുന്നിൽ വേണ്ടി ഇറങ്ങുമ്പോ എന്താ എല്ലാരോടും സ്നേഹത്തിലുള്ള വർത്താനും ഒക്കെ. ആൾക്കാരൊക്കെ കാണുമ്പോ തന്നെ ഒരു അതിശയാണ്. നല്ല രസമുള്ള പെൺകുട്ടിയാണ് എന്നാ പറയണത്. ഇത് നേരെ മറിച്ചാണ്. തലയിൽ വന്ന് വീണില്ല. 10-14 കൊല്ലായില്ല. ഇനിയിപ്പൊ സഹിക്കല്ലാതെ ഇപ്പൊ വേറെ ഒരു മാർഗവും ഇല്ല. ഒരു 1000 ഉറുപ്പ്യ കൊണ്ട് എടുക്കട്ടെ. ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടണോട്ടെ. ഞാൻ ഇവിടെ വെച്ചിന് പൈസ ഇപ്പൊ ഇവിടെ. ഇതിപ്പോ ആരെടുത്തത്? ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ. ആ, എവിടെ ജിന്റെ അൽമറയിൽ വെച്ചിരുന്ന പൈസ ഉണ്ടീന്നാ? പൈസ ഇല്ലില്ല. എന്തേ ഇജി നോണറിയണ്ട. ജന്നെ കാരെടുത്തിട്ടുണ്ടാവുക. വേറെ എവിടെ പോവാനപ്പോ? ഇങ്ങള് നല്ലപോലെ നോക്കി അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഞാൻ നോക്കണാ? ഇജി നോക്കൊന്നും വേണ്ട. ഇനിയിപ്പോ ഞാൻ മറ്റോളോടും കൂടി ചോദിച്ചു നോക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും വീട് എടുത്തിട്ടായിട്ട് ഓക്ക് കിട്ടിയോന്ന്.
ഒരു കാര്യത്തിനൊരു ഉറപ്പെടുത്ത് വെച്ചാൽ അത് കാണൂല. കുഞ്ഞോളെ, ഇജിന്റെ അൽമാരുടെ അവിടെ പൈസ എന്തേലും വീണെടുക്കണ കണ്ടീനാ? എന്നിട്ട് ചെടുത്തൊക്കെ എന്തേലും ചെയ്താ? പൈസ പൈസ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തേ? അത് ഞാനൊരു 5000 ഞാൻ അവിടെ എടുത്ത് വെച്ചീനേ. അതിനൊരു 1000 അനക്ക് എടുത്തുങ്ങാണ്ട് എനിക്ക് സാധനം വാങ്ങാൻ തരാ വിചാരിച്ചതേനു. ഇപ്പൊ ആ പൈസ തന്നെ കാണാനില്ലേ. അപ്പൊ എവിടെ പോയാണ്? അവളോട് ചോദിച്ചപ്പോ ഓളും കണ്ടിട്ടില്ല. അതെ, എന്നാ എനിക്കറിയണ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളെ മൂത്ത മരുവോളെ അൽമറേന്ന് എന്തൊക്കെയാ തപ്പിയെടുക്കണേ ഞാൻ കണ്ടീന്നു. പൈസ തന്നെ ഇക്കാരം. എന്നിട്ട് ഓളിന്നോട് അറിഞ്ഞല്ലോ ഓള് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ കള്ളത്തിൽ പൈസ കക്കാണ് അല്ലേ? 5000 എന്നോട് നേരത്തെ ചോദിക്കും ചെയ്ത് ഓളെ ഉമ്മാക്ക് കൊടുക്കാനാ പറഞ്ഞിട്ട്. അപ്പൊ ഈ 5000 കണ്ടിട്ടാണ് ഓള് ബാക്കിയുള്ള 5000 ചോദിച്ചിക്കണേലേ. ഓൾക്ക് ഞാൻ കൊടുക്കാന്. താത്ത നോണ അറിയാണ്. എന്തായാലും ഇപ്പൊ പൈസക്ക് കണക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഓലെന്നെയാണ് എടുത്തുക്കണെന്നുള്ളത് ഉറപ്പായി. ഇജിപ്പൊ പറഞ്ഞേ നന്നായുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ആരെ സംശയിക്ക? എന്തായാലും വേണ്ടി ഓളോട് ഒന്ന് പോയി ചോദിച്ചോക്കട്ടെ. പൈസ ഞാൻ എടുത്തുക്കണെന്നുള്ളത് തള്ളക്കറിയില്ലല്ലോ. ഏടി നിന്റെ പൈസ ഉണ്ടാട്ടിക്ക? പൈസ? ഏത് പൈസ? ഏത് പൈസ? ഈ ജാൽമറയെന്ന് എടുത്ത് എന്റെ പൈസ മര്യാദക്ക് എടുത്ത് തരാ എനിക്ക് നല്ലത്. 5000 ഞാൻ ഇന്നലെയാണ് അതിന്റെ ഉള്ളിക്ക് വെച്ചത്. ഇജാണ് എടുത്തുക്കണെന്നുള്ളത് നന്നായിട്ട് അറിയാം. ഞാൻ എടുത്തിട്ടില്ലമ്മ. ഞാൻ നിങ്ങളോട് അപ്പളേ പറഞ്ഞില്ല ഞാൻ എടുത്തിട്ടില്ലാന്ന്. പിന്നെ എന്താ നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയണേ? കുഞ്ഞോള് പറഞ്ഞു ഇജ് എടുക്കണ കണ്ടിക്കണ്. ഇനി ഇതിലും വലിയ തെളിവൊന്നും എന്തായാലും വേണ്ട. മര്യാദക്ക് പൈസ എടുക്കാൻ നോക്കുച്ചി. ഓള് നോണ അറിയാണ് ഉമ്മ. ഓള് കണ്ടിക്കണെന്ന്. ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറയും. ഓളെ കണ്ണെന്നെയാണ് തെളിവ്. ഓള് കണ്ട കാര്യല്ലേ പറഞ്ഞത് എന്നോട്. ഇനി ഞാൻ ഇവിടെ നിക്കണില്ല. ഞാൻ നിക്കണേന് അർത്ഥമില്ല. ഇനി എന്നാണ് ഇക്ക വരുന്ന അന്ന് ഞാൻ വരെ നിങ്ങളെ അടുത്തേക്ക്. അതുവരെ ഉമ്മക്ക് ഓളുണ്ടല്ലോ, അത് മതി. ഒരു തെറ്റും ചെയ്യാത്ത ഇന്നാണല്ലോ നിങ്ങൾ ഈ പറയണത്. എന്റെ ഉമ്മക്ക് വേണ്ടിട്ട് ഞങ്ങളോടൊക്കെ പൈസ ചോദിച്ചിരിക്കണ്. അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളെ മുതലെടുക്കൊന്നുമില്ല. നിങ്ങളെ അൽമറ ഒന്നും കൂടി നോക്കി നോക്കി. ഓള് നോണാറിയേ? ഓൾക്ക് നോണറിയേണ്ട ഒരു ആവശ്യമില്ല. 10-50 പവന്റെ സ്വർണ്ണായിട്ട് ഓള് കേറി വന്നത്. ഓൾക്ക് 5000 കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അന്റെ ഉമ്മയാണ് ഇപ്പൊ ആസ്പത്രിയിലാണ് ഇജ് 10000 തെണ്ടി നടക്കുന്നത്. അപ്പൊ ഇജന്നെയാണ് എടുത്തിട്ട് നിനക്ക് നന്നായിട്ട് അറിയാം. മര്യാദക്കാരോട് തരിക നിലയല്ലേ. എന്റെ മകൻ വിളിച്ചുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ പെരയിൽ ഒരു കള്ളിയായിട്ട് ഞാൻ ഇവിടെ നിക്കണില്ലമ്മ. ഇത് ഇവിടെ നിക്കായി തന്നെ നല്ലത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കള്ളത്തരം കാട്ടിട്ട് ഇന്റെ പേരുള്ളിൽ ഇവിടെ നിക്കൊന്നും വേണ്ട. ഇന്നലെ ഇവിടെ എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊയ്ക്കോളുണ്ടോ. എനിക്ക് ഇനി ഇങ്ങനെ ഒരു മര്യോളയിലേക്ക് ഇനി ഓള് മാത്രം മതി. ഇന്ന ഓള് നോക്കുന്നുള്ളവർക്ക് 100% ഉറപ്പാണ്. ഞാൻ പോവന്നെയാണ് ഉമ്മ. ഇനി ഞാൻ ഇവിടെ നിക്കണില്ല. നിങ്ങക്ക് അത്രക്ക് ഇന്നെ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച ഇതിനൊക്കെ ഒരു തെളിവ് നിങ്ങക്ക് കാണിച്ചു തരും. എന്തെങ്കിലും ഒരു പരമ്പോതിനാണ് പൂങ്കണ്ണീരൊക്കെ ഒൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ. ഞാൻ എത്ര ദിവസം കൊണ്ട് എടുത്ത വെച്ച പൈസ എന്നറിയാം എനിക്കത്. മര്യാദ ഇറങ്ങിക്കോ പിടിഞ്ഞിച്ച്. ഇക്കാരെന്റെ മകനോട് എന്താ പറയണ്ടെന്നുള്ളത്. കള്ളത്തി പേരും കള്ളിയാണോള്. അപ്പൊ എന്തിനാ ഇന്നങ്ങനെ കുറ്റപ്പെടുത്തണത്? ഞാൻ ഈ പൈസ ഇല്ലാത്തോടത്തൊന്ന് വന്നതായതുകൊണ്ടാണോ? ഞാൻ എടുത്തിട്ടില്ലല്ലോ പഠിച്ചോനെ. കള്ളത്തി എന്നുള്ള പേരും കൂടി എനിക്ക് കേക്കണ്ട്. 5000 പോയാലെന്താ? ഓൾ ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയല്ലോ. ഇനി ഇക്കാരെന്റെ മകനെ കൊണ്ട് വേറെ കല്യാണം ചെയ്യിപ്പിക്കാൻ. നിക്കിഞ്ഞു വേണ്ട അങ്ങനത്തെ ഒരു മരുവോള്. കൊറേ കാലം മുന്നേ പെട്ടതല്ലേ. ഇപ്പൊ ഒന്ന് പോയി കിട്ടില്ല. എന്തായാലും കുട്ടികളും ഇല്ല. അതുകൊണ്ട് ഓൻ കഴിച്ചിലായി. നീ പെണ്ണിനെ പോലെയുള്ളൊരു നല്ലൊരു പെൺകുട്ടിനെ തന്നെ അവനക്ക് കണ്ടെത്തും വേണം. നല്ല മുതലും ഇതൊക്കെ വാങ്ങിയിട്ട് തന്നെ കെട്ടിക്കുള്ളൂ.
ഞാൻ പെണ്ണിന് കൊണ്ടുകൊടുക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും ഒരു തുള്ളി ചായന്റെ വെള്ളമൊന്നും ഈ നേരം വരായിട്ടും കുടിച്ചിട്ടില്ലല്ലോ. ഇവിടുത്തെ ഓരോരോ പ്രശ്നങ്ങളും തല്ലും തിരക്കും ഒക്കെ ആയിട്ട് പാവാണത്. ഹലോ ഉമ്മ, സുഖാണ്, കൊഴപ്പൊന്നുമില്ല. അല്ല, ഞാൻ അയച്ച പൈസ കിട്ടി നിങ്ങക്ക്? 5000 റുപ്യ. അല്ല, എന്റെ ഫ്രണ്ട് വന്നീനേ, അപ്പൊ ഞാൻ ഓന്റെ അടുത്ത് ആ പൈസ കൊടുത്തയച്ചിന്. ഓൻ ഗൂഗിൾ പേ ചെയ്തോളാന്ന് പറഞ്ഞീന്ന്. അതിന്റെ അമ്മായിമാന്റെ പൈസേനു. ഞാൻ വെറുതെ അൽമറ തപ്പിയപ്പോഴേ 5000 റുപ്യ ഉണ്ടായിരുന്നു അതിൽ ഇരിക്കണ്. ഞാൻ വെല്ല ചൂണ്ടി. എന്നിട്ട് ഇവിടെ അന്ന് ചോദിക്കുകയും ചെയ്ത് എന്നോട്, എനിക്ക് കണ്ടു. ഞാൻ മൂത്ത മരുവോളം മേത്ത് കണ്ടിട്ട് കൊടുത്തു. എന്തായാലും ഒരു നക്കിപ്പിന് ഗതിയില്ലാത്തോടത്തുനിന്ന് വന്നിക്കണെന്നുള്ളത് എന്റെ അമ്മായിമ്മ വായിക്ക് പറയലുണ്ട്. പിന്നെ അത് മാത്രല്ല, ഓള് ഇന്ന് നേരം വെളുത്തേക്ക് 10000 റുപ്യക്ക് നടക്കേ നിന്റെ പിന്നാലൊക്കെ. അതൊക്കെ കൂടെ കൂട്ടി വായിച്ചപ്പോ അമ്മായിമ്മക്ക് മനസ്സിലായി അത് ഓളാണ് എടുത്തത് എന്നുള്ളത്. ഇപ്പോഴാണ് ആ പൈസ കട്ടുക. എന്നിട്ട് ആ പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് നാട്ടിയത് റബ്ബേ. പിന്നെ ഒരു കാര്യം കൂടി, ഞാനാ കൊടുന്ന പണ്ടല്ലേ 50 പവൻ ഉണ്ട് എന്നാണ് മൂപ്പരാളെ വിചാരം. അത് തിരുത്താനൊന്നും ഞാൻ പോയിട്ടില്ല. അത് ഫാൻസി ആണെന്നുള്ളത് തള്ളക്ക് ഇപ്പോഴും അറിയില്ല. അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഉമ്മാന്റെ അല്ലേ മകള് ഞാന്. 50 പവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ മുക്ക് പണ്ടോ. പിന്നെ ആ പേരയും സ്ഥലമൊക്കെ ഞമ്മളതാണ് തള്ളന്റെ വിചാരം. വാടകക്കാ നിക്കണെന്നുള്ളത് ഇതുവരായിട്ട് ഓൽക്കറിയില്ല. ഇക്കാക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ അത് തിരുത്താനും ഇതിനൊന്നും പോയിട്ടില്ല. തള്ള അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ. മൂത്ത മരുവൾക്ക് പേരും കൂടിയില്ല എന്ന് പറഞ്ഞിട്ടേ ഇന്നിപ്പോ ഓളെ ആട്ടി വിടുന്നു. ഇനിയിപ്പൊ ഞാനല്ലേ ഇതിന്റെ ഉള്ളിൽ നിക്കാനുള്ളത്. എനിക്കറിയില്ല പേരും സ്ഥലമൊക്കെ എങ്ങനെ വാങ്ങണ്ടെന്നുള്ളത്. എന്നിട്ട് അവസാനം വെച്ചിട്ട് ഓലെ മകനെ ഞാനൊന്നട് തട്ടും. ആ ഞാൻ വിളിക്കട്ടെ അമ്മ. എന്തമ്മ? മതി പറഞ്ഞ ഓക്കെ. ഞാൻ എന്റെ എല്ലാം ഞാൻ കേട്ടിക്കണെന്ന് വെച്ച് പറഞ്ഞതല്ലേ ഇതും. നിന്റെ പൈസ ഇപ്പൊ ഇജ്ജാണ് എടുത്തിക്കണല്ലേ. എന്നിട്ട് ആ പെണ്ണിനെ ഇവിടുന്ന് വെച്ച് പറഞ്ഞയച്ചത്. അത് ശരി. അപ്പൊ അനക്ക് ഓള് ഇവിടെ നിക്കണ എനിക്ക് പറ്റൂല. അപ്പൊ അനക്ക് ഒറ്റക്ക് നിക്കണം അല്ലെ? അതിന് വേണ്ടിട്ടല്ലേ ഇജ്ജ് കള്ളത്തരൊക്കെ കാട്ടിയത്. പൈസ ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങളോട് ആരെയും നോണ അറിഞ്ഞത്? ഇജ്ജ് പണ്ട് ഈ ഉമ്മാനോടുണ്ടല്ലോ പറയണ ഞാൻ ചെവിയാലെ കേട്ടതാണ് ഇവിടെ നിന്നിട്ട്. ഇനി ഇതിലും കൂടുതൽ എനിക്ക് തെളിവൊന്നും വേണ്ട. മനസ്സിലായോ? പിന്നെ 50 പവൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയാ 50 പവന്? മൊത്തം മുക്ക് പണ്ടല്ലേ ഇജ്ജ് ഇങ്ങോട്ട് കൊടുന്നിക്കണത്. ഇപ്പോഴെങ്കിലും എന്റെ സ്വഭാവം ഒന്നും അറിയാറായല്ലോ. ആ പെണ്ണിനെ പറഞ്ഞയച്ച നേരത്തെ അന്നെ ഞാൻ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടീന്ന്. അത് ഞാൻ ചെയ്തില്ല. ഇന്റെ അടുത്ത് വലിയ തെറ്റാ പറ്റിയത്. എന്തായാലും ഞാൻ ഓളെ ഇവിടുന്ന് കൊണ്ടുവരുന്നതിന് മുന്നേ ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആൾക്ക് തരണ്ടി. ഞാൻ പറഞ്ഞു ഓലെ ഇവിടുന്ന് ആട്ടാനി. ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് പണ്ട് മുതലൊക്കെ ഉള്ള മരുവോളം മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ല ഇവിടുന്ന് ആട്ടിയത്. അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഓളെ ഇവിടുന്ന് ആട്ടാനൊന്നും. പിന്നെ ഈ പെരന്റെ ഉള്ളത്തെ പണികളൊന്നും ഇനി ഞാൻ എടുക്കും നിങ്ങൾ വിചാരിക്കും വേണ്ട. പറ്റൂലെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ ഇവിടുന്ന്, അതാ നല്ലത്. ഞാൻ എങ്ങോട്ട് പോണു? ഇതിന്റെ മാപ്പിളിന്റെ പേരിലുള്ള പെരയെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഞാനല്ല ഇവിടുന്ന് പോണ്ടത്, നിങ്ങളാണ്. അന്റെ മാപ്പിളുടെ പേരിലുള്ള സ്ഥലമൊക്കെ തന്നെ ഇക്കാരം. ആ മാപ്പിള എന്ന് പറഞ്ഞതേ ആ ഇന്റെ മകനാണ്. പിന്നെ എന്റെ മൂത്ത മകനാണ് ഈ പെരന്റെ ലോൺ. ഇതുവരെ ഞാൻ എന്റെ മാപ്പിളിനോട് ഞാൻ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അടക്കാന്. എന്നിട്ട് മറ്റോന് ഓന്റെ പേരും കൂടി അല്ലാതെ ഓൻ ഈ ലോൺ അടക്കണ എന്തുകൊണ്ടാ അറിയോ? ഇന്നെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇത് ഇന്നെ ഇവിടുന്ന് ആട്ടാനുള്ള പുറപ്പാടിലാണല്ലേ? നമുക്ക് നോക്കാം ആരെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരിക എന്നുള്ളത്. നിങ്ങളെ മകൻ എന്തായാലും ഇന്നെ ഇവിടുന്ന് പറഞ്ഞേക്കൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ എന്ത് പറഞ്ഞോ അതേ ചെയ്യുള്ളൂ. ആ മൂത്ത വരുവോളെ പോലെ അല്ല ഞാനീ. അത് കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ കൂടെ നിന്നോളോണ്ടു. അല്ല, ഇനി ഇന്നെ ഭരിച്ചങ്ങാണ്ട് നിക്കാനാണ് നിങ്ങളെ പൂതിച്ചാലേ അത് നടക്കൂല്ല. നിങ്ങൾ പറഞ്ഞല്ലോ 50 പവൻ ഇല്ല. 50 പവനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വാടക പെരയിലാ നിക്കണത്. മൂത്ത മരുമകൾക്ക് എന്ന് പറഞ്ഞാലേ ഒരു സ്വന്തമായിട്ട് ഒരു ചെറിയ വീടെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് അതും ഇല്ല. ഒക്കെ കണ്ണ് മഞ്ഞളിച്ചത് നിങ്ങളതാണ്. സ്വന്തം പെരയാണെന്നൊക്കെ വിചാരിച്ചത് നിങ്ങളല്ലേ. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല സ്വന്താണെന്നൊന്നും. അന്നെന്നാലും ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ളത്. മതിയായി എനിക്ക് എന്നോടൊക്കെ വർത്താനം പറഞ്ഞിട്ട്.
തള്ളട പത്തിഞ്ഞ് താവന ചെയ്യും. കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിക്കറിഞ്ഞ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓള് ഇവിടുന്ന് പോയില്ലേ, ഇനി ഓള് ഇങ്ങോട്ട് കേറൂല. ഇനി ഭരിക്ക ഞാൻ തന്നെ. എല്ലാ പണിയും തള്ളനെ കൊണ്ട് തന്നെ എടുപ്പിക്കും. ഞാൻ ഒരു പണി എടുക്കൂല.